മണ്ണിൽ ബിദഈ ആശയത്തിന്റെ വിത്തുകൾ പാകാൻ തുടങ്ങിയപ്പോൾ അക്കാലത്തുള്ള ഉലമാക്കളും നേതാക്കളും സടകുടഞ്ഞെഴുന്നേറ്റ് ഞങ്ങളുടെ ബാധ്യതയാണ് സാധാരണക്കാരനെ ശരിയായ ദീനിന്റെ ആശയങ്ങളിൽ വെച്ച് വ്യതിചലിച്ചു പോകുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് ഹക്കിന്റെ പാതയിൽ അവരെ അണിനിരത്തണം. ഇതിനു വേണ്ടി ഉലമാക്കൾ സംഘടിച്ചുകൊണ്ടുണ്ടായ ഒരു മഹത്തായ സംഘമാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമാ എന്ന പേരിൽ അറിയപ്പെടുന്ന വലിയ സംഘം. അല്ലാഹുവിന്റെ ഔലിയാക്കളും ആരിഫുകളും ഉലമാക്കളും സടകുടഞ്ഞെഴുന്നേറ്റുണ്ടാക്കിയ മഹത്തായ സംഘത്തിന്റെ ദൗത്യം, അവരേറ്റെടുത്ത ബാധ്യതയും കടമയും ആദരവായ ദീനിനെ ബിദഈ ചിന്തകളിൽ വെച്ച് രക്ഷിക്കാനും പരിശുദ്ധ ദീനിലുണ്ടാകുന്ന ഇത്തിക്കണ്ണികളിൽ വെച്ച് ജനങ്ങളെ സംരക്ഷിക്കാനും ഹഖായ പാരമ്പര്യത്തിന്റെ മാർഗം സമൂഹത്തിൽ ദൃഢീകരിക്കാനും വേണ്ടി ഉണ്ടാക്കപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമാ അതിന്റെ മുന്നോട്ടുള്ള ഗമനം അതിശീഘ്രമായി നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ ബിദഈകളെ മൂലക്കിരുത്തിക്കൊണ്ട് സമൂഹത്തിൽ ഓരോരുത്തരും അവരെ കുറിച്ച് പറയുമ്പോ ബിദ്അത്തിന്റെ പ്രസ്ഥാനക്കാർ വഹാബികളെയും മറ്റും ജനങ്ങൾ സ്പർശിക്കുമ്പോ അവരെ പറ്റി സംസാരിക്കുമ്പോ ആള് നല്ലതാണെങ്കിലും മറ്റേ വിഭാഗത്തിൽപ്പെട്ടതാണെന്ന് ജനങ്ങൾ പറയുന്നിടത്തെത്തിക്കാൻ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമാ എന്ന മഹത്തായ സംഘത്തിന് കഴിഞ്ഞു. അതിന്റെ പ്രവർത്തനങ്ങളെ കൊണ്ടും ഉലമാക്കളുടെ സുചിന്തിതമായ നേതൃത്വം കൊണ്ടും അവർക്കതിന് സാധിച്ചു. നമ്മുടെ പാരമ്പര്യമായ അഖീദയും വിശ്വാസവും അതേപോലെ തന്നെ കർമ്മപരമായ കാര്യങ്ങളിൽ നാലാലൊരു മദ്ഹബ് അംഗീകരിച്ചുകൊണ്ട് ജീവിക്കുന്നതിന്റെ കൂട്ടത്തിൽ പ്രത്യേകിച്ച് കേരളത്തിൽ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു തങ്ങളിലേക്ക് ചേർക്കപ്പെടുന്ന ശാഫിഈ മദ്ഹബ് അനുസരിച്ച് ജനങ്ങൾക്ക് ബോധം നൽകാൻ, അതനുസരിച്ചാണ് കർമ്മങ്ങൾ ചെയ്യേണ്ടത് എന്ന് ജനങ്ങളെ പഠിപ്പിക്കാനുള്ള അവിശ്രമ പരിശ്രമം നടത്തി അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ അതിന് ഊർജം പകരാനും അതിന്റെ നിലനിൽപ്പിനും വേണ്ടിയാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമാ ഉണ്ടാക്കിയതെങ്കിൽ എന്തോ എന്നറിയില്ല, ഒരു പക്ഷേ എന്തുകൊണ്ടാണത് സംഭവിച്ചത് എന്ന് ചരിത്രം അറിയുന്നവർ വായിച്ചു നോക്കിയാൽ അവർക്ക് ബോധ്യപ്പെടും. ഒരു പ്രത്യേകമായ സാഹചര്യത്തിൽ 1925 സ്ഥാപിതമായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമാ 35, 45, 55, 65, 40 കൊല്ലം പിന്നിട്ടപ്പോ 67 എന്ന ഒരു വർഷമെത്തിയപ്പോ ദൗർഭാഗ്യകരമായുണ്ടായ ഒരു മസ്അലയുടെ പേരിൽ ആ മസ്അലക്ക് ഒരു തീരുമാനം സമസ്ത പ്രഖ്യാപിച്ചതിന്റെ പേരിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ സ്ഥാപക മെമ്പർമാരിൽ വെച്ച് ബാക്കിയുള്ള 3 ആളുകൾ മാത്രം, ഇത് ഞാൻ സാധാരണക്കാരന്റെ അറിവിന് വേണ്ടി പറയുകയാണ്, ബഹുമാനപ്പെട്ട മൗലാനൽ മർഹൂം റഈസുൽ മുഹഖഖീൻ കണ്ണിയസ് ഉസ്താദ് അവർകളാണ് ഒന്ന് ബാക്കിയുള്ളത്. അവരുടെ ശരീക്കുമാരായ സതീർത്ഥ്യരായ താജുൽ ഉലമാ ഖുദ്വത്തുൽ മുഹഖഖീൻ അബൂ ഉസാമ കെ സദഖത്തുല്ലാഹ് എന്ന പേരിൽ അറിയപ്പെടുന്ന താജുൽ ഉലമാ എന്ന മഹാനരും, അതേപോലെ തന്നെ കോഴിക്കോട് ഉസ്താദായി അറിയപ്പെടുന്ന മൗലാന കുഞ്ഞറമുട്ടി മുസ്ലിയാർ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു മഹാനരും, ഈ 3 പേരും ശരീക്കുമാരാണ്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമാ ഉണ്ടാക്കുന്ന കാലത്തുള്ള മഹാന്മാരിൽ പണ്ഡിതന്മാരിൽ 67 കൊല്ലമെത്തിയപ്പോൾ അഥവാ 42 വയസ്സ് സമസ്തക്കെത്തിയപ്പോ എല്ലാ ഉലമാക്കളും പോയി. കേവലം ബാക്കിയുള്ളത് 3 ഉലമാക്കളാണ്. ഈ പറയുന്നത് വേറെ ഉലമാക്കളെ തലസ്ഥാനത്തേക്ക് എടുത്തിട്ടില്ലെന്നല്ല, സ്ഥാപക മെമ്പർമാരിൽ 3 ആള് മാത്രം ബാക്കിയുള്ളപ്പോ സമസ്തയിൽ ഒരു തീരുമാനം വരികയാണ്. 40 അംഗ മുശാവറയിൽ 14 ആള് മാത്രം പങ്കെടുക്കുകയും
11 ആളുകൾ അംഗീകരിക്കുകയും 3 പേർ എതിർക്കുകയും ചെയ്തുകൊണ്ട് നമ്മുടെ ഇബാദത്തുകളിൽ ദീനിന്റെ ഏറ്റവും വലിയ ശിആറാകുന്ന ബാങ്കിലും ജുമുഅ ഖുതുബയിലും യന്ത്രം ഉപയോഗിക്കാൻ പാടുണ്ടോ, സ്പീക്കർ ഉപയോഗിക്കാൻ പാടുണ്ടോ എന്ന ഒരു ചോദ്യം വന്നപ്പോ പറ്റുമെന്ന ഒരു തീരുമാനം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മുശാവറ ചേർന്നെടുക്കുകയും അത് പത്രങ്ങളിൽ ഔട്ട് ചെയ്യുകയും ചെയ്തപ്പോ 3 ആളുകളിൽ മഹാനരായ കണ്ണിയത്ത് ബാക്കി നിർത്തിയിട്ട് 2 ആളുകൾ താജുൽ ഉലമ എന്ന മഹാനരും കുഞ്ഞറമുട്ടി മുസ്ലിയാർ എന്ന് പറയുന്ന മഹാനരും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുമായി കരങ്ങിയ കണ്ണുകളോടുകൂടെ, കരയുന്ന കണ്ണുകളോടുകൂടെ അവര് രാജിവെച്ച് ഒഴിഞ്ഞു പോന്നു ഉണ്ടാക്കിയ ഒരു സംഘമാണ് കേരള സംസ്ഥാന ജംഇയ്യത്തുൽ ഉലമ എന്ന പേരിൽ അറിയപ്പെടുന്നത്. നിലവിലുണ്ടായിരുന്ന 3 ആളിൽ 2 ആള് മാറിപ്പോന്നെന്ന് വന്നാൽ ഭൂരിപക്ഷം ഉലമാക്കളും മാറി നിന്നുകൊണ്ട് വലിയ വലിയ പടുക്കളായ ഉലമാക്കളുടെ നിർദ്ദേശത്താൽ, നിങ്ങളറിയുമോ, കക്കിടിപ്പുറം മഹാനവറുകൾ, നീണ്ടുപോകുന്നതിൽ എനിക്ക് പേടിയുണ്ട്. കക്കിടിപ്പുറം എല്ലാവരും അംഗീകരിച്ച സൂഫിവര്യരാണ്. വലിയ ദാക്കിറായ വിലായത്തിന്റെ പദവിയിലേക്ക് അല്ലാഹു ഉയർത്തിയ മഹാനരാണ്. ആ മഹാനരടക്കമുള്ളവർ താജുൽ ഉലമ മഹാനവറുകളോട് നിർദ്ദേശിച്ചതിന്റെ പേരിൽ ആ മഹാനവറുകൾ കൂടിയിട്ട് ഉണ്ടാക്കിയ പരിശുദ്ധമായ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി ഉണ്ടാക്കിക്കുന്ന ഒരു സംഘത്തിന്റെ പേരാണ് കേരള സംസ്ഥാന ജംഇയ്യത്തുൽ ഉലമ. സമസ്ത എന്തിനാണോ ഉണ്ടാക്കിയത്, സുന്നത്ത് ജമാഅത്തിന് വേണ്ടി, മദ്ഹബുകൾ നിലനിൽക്കാൻ, അഖീദ നിലനിൽക്കാൻ, ഇതിനു വേണ്ടി മാത്രമുണ്ടാക്കിയ കേരള സംസ്ഥാന ജംഇയ്യത്തുൽ ഉലമ 67 മുതൽ ഇന്നത് 50-ലേറെ കാലമായി, അരനൂറ്റാണ്ടിലേറെമായി കേരളത്തിൽ പ്രവർത്തിച്ചു വരികയാണ്. ഞാനൊരു ചെറിയ വിവരത്തിന് വേണ്ടി പറയട്ടെ. ആരൊക്കെയാണ് എന്റെ സാധാരണക്കാരെ? നമുക്ക് നേതൃത്വം നൽകിയ ഉലമാക്കളിൽ ഒന്ന് ബഹുമാനപ്പെട്ട താജുൽ ഉലമ സദഖത്തുള്ളവർ. ഇന്ന് നിങ്ങൾ നോക്കൂ, മഹാനവറുകൾ ഹയാത്തുള്ള കാലത്ത് ധാരാളം ഉലമാക്കൾ കേരളത്തിലുണ്ടെങ്കിലും ഇത്രയേറെ ഫത്വകൾ മലയാളത്തിൽ ക്രോഡീകരിക്കപ്പെട്ട ഒരു പണ്ഡിതർ ഈ നൂറ്റാണ്ടിൽ, മഹാനർ ജീവിച്ച നൂറ്റാണ്ടിൽ കേരളം കണ്ടിട്ടില്ല. ഇന്നും വലിയ വലിയ യൂണിവേഴ്സിറ്റികളിലെ ഉലമാക്കൾ, അവിടെയുള്ള പ്രിൻസിപ്പലുമാർ, അവിടെയുള്ള പണ്ഡിതന്മാർ കിതാബുകൾ സൂക്ഷിക്കുന്നത് പോലെ മലയാളത്തിലുള്ള സദഖത്തുള്ളവർ നൽകിയ 1000-ഓളം വരുന്ന ഫത്വകൾ, ഇതൊന്നും ചെറുതല്ല. ഉലമാക്കൾക്കറിയാം. നിസ്തുലരായ പണ്ഡിതർ, അല്ലാഹുവിനെ പേടിയുള്ള ആലിം, ബഹുമാനപ്പെട്ട നാദാപുരത്തോർ താജുൽ ഉലമയെ വാഴ്ത്തിയത് മൗലാന കെ സദഖത്തുള്ളവർ. മൗലാന എന്ന് കണ്ണോളിക്കണ്ടിയില നമ്മുടെ കുയ്യനോർ ഒരാളെ മൗലാന എന്ന് വിളിക്കണമെങ്കിൽ ആരായിരിക്കണം സഹോദരങ്ങളെ? സദഖത്തുള്ളവർ. അവരാണ് ഈ സംഘത്തിന്റെ ആദ്യത്തെ നേതാവ്, അഥവാ ഇതിന്റെ ആദ്യത്തെ ജനറൽ സെക്രട്ടറി. അക്കാലത്ത് തന്നെ ഇതിന് പ്രസിഡന്റായ ഒരാളുണ്ട്, ബഹുമാനപ്പെട്ട താഴക്കോട് കുഞ്ഞലി മുസ്ലിയാർ എന്ന പേരറിയപ്പെടുന്ന മഹാനർ. ആ മഹാനരെ നമുക്കറിഞ്ഞുകൂടാ. വലിയ മഹാനരാണ്. വഫാത്തിന്റെ നേരം എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുമ്പോ അന്തരീക്ഷത്തിലേക്ക് കൈ നീട്ടി പൂക്കൾ വാങ്ങിവെക്കുന്നത് പോലെ 2 കൈകൾ നീട്ടി വാങ്ങിവെക്കുന്നത് കുടുംബക്കാർ കണ്ട് ചോദിക്കുന്നു, നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? സ്വർഗീയ കുട്ടികൾ, സ്വർഗീയരായ സുന്ദരന്മാരായ കുട്ടപ്പന്മാർ ഒരു പൂന്തോപ്പിൽ വെച്ച് നല്ല വാസനയുള്ള പൂക്കൾ പറിച്ചെനിക്ക് നൽകുന്നത് കൊണ്ട് ഞാനതൊക്കെ വാങ്ങിവെക്കുകയാണെന്ന് പറഞ്ഞ് അല്ലാഹുവിന്റെ ഹദറത്തിലേക്ക് നീങ്ങിപ്പോയ മഹാനരാണ് ബഹുമാനപ്പെട്ട താഴക്കോടവറുകൾ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ബഹുമാനപ്പെട്ട കുഞ്ഞറമുട്ടി മുസ്ലിയാർ
മിനയിലാണ് മറവിട്ട് കിടക്കുന്നത്. അറഫയുടെ തലേന്നാൾ മിനായിലേക്ക് കൊണ്ടുപോയി ആളുകളെ തമ്മിൽ പാർപ്പിക്കുന്ന പിറ്റേ ദിവസം അറഫയാണ്. ഹജ്ജിന് പോയി ആ മിനയിൽ 8ന്റെ അന്ന് അവിടെ പാർക്കുമ്പോ രോഗം പിടിപെട്ട് ഇഹ്റാമിന്റെ വേഷത്തിൽ മരണപ്പെട്ട് മുഹരിമായ നിലക്ക് വഫാത്തായി. ഇന്നും മസ്ജിദുൽ ഖൈഫിന്റെ അടുത്ത്, അവിടെയുള്ള പള്ളിയുടെ അടുത്ത് മറവിട്ട് കിടക്കുന്ന ബഹുമാനപ്പെട്ട കുഞ്ഞറമുട്ടി മുസ്ലിയാർ നാളെ ആഖിറത്തിലേക്ക് മഹാനവറുകളെ കൊണ്ടുവരുന്നത് യുബഅസു മുലബ്ബിയാ ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക എന്ന് ഉച്ചരിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ ഹദറത്തിലേക്ക് വരുന്നവരാണ് ബഹുമാനപ്പെട്ടവർ. ആ 3 പേരെ ഒരുപക്ഷേ ഉലമാക്കൾക്കും വായിക്കുന്നവർക്കും കുട്ടി വിദ്യാർത്ഥികൾക്കും അറിയാമെങ്കിലും സാധാരണക്കാരെ ഇത് കേൾക്കുന്ന ഉമ്മമാർ, നമ്മുടെ നാടന്മാർ, നമ്മുടെ രക്ഷിതാക്കൾ, നിങ്ങൾ ഓർത്തു നോക്കൂ, ഇനിയുള്ള നേതാക്കൾ ആരാണ്? ബഹുമാനപ്പെട്ട കണ്ണോളിക്കണ്ടീരവോർ, കീഴനവോർ. ഈ കീഴനവോറെ ഓറാണ് ഇതിന്റെ എത്രയോ കാലം പ്രസിഡന്റായവർ. 1, 2, 3 കൊല്ലമല്ല, 2, 3, 4 കൊല്ലമാണ് ബഹുമാനപ്പെട്ട താഴക്കോടവറുകൾ പ്രസിഡന്റായതെങ്കിൽ അതിനുശേഷം മഹാനര് വഫാത്താകുന്ന കാലം വരേക്കും, അഥവാ ഈ സംഘത്തിന് 33 കൊല്ലമെത്തുമ്പോഴേക്ക് ഒരു 4 കൊല്ലം ഒഴിവാക്കിയാൽ 29 കൊല്ലം കേരള സംസ്ഥാന ജംഇയ്യത്തുൽ ഉലമയുടെ പ്രസിഡന്റായത് നാദാപുരത്തെ ഓറാണ്. എന്റെ സഹോദരങ്ങളെ, നാദാപുരത്തെ ഓറെ, കീഴന ഓറെ ഞാനെന്തിനാ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്? എന്തിനാണ് നിങ്ങളോട് ഞാൻ വിശദീകരിക്കുന്നത്? പൗരാവലിയാകമാനം സുന്നികളിലല്ല വിഭാഗം, സുന്നികളല്ലാത്തവർ, സാധാരണക്കാർ പോലും, മറ്റു മതവിശ്വാസികൾ പോലും വളരെ ഭവ്യതയോടെ, വളരെ ബഹുമാനത്തോടെ പാരത്രിക ലോകം മാത്രം ചിന്തിച്ചുകൊണ്ട് ജീവിച്ചവർ. ഓറ നിങ്ങൾക്ക് ബോധ്യപ്പെടണമെങ്കിൽ പെരുമുണ്ടച്ചേരിക്കാരെ നിങ്ങൾ ഓർത്തു നോക്കൂ. നിങ്ങൾക്ക് കിട്ടിയില്ലേ 2 ശിഷ്യന്മാരെ? ഈ നാട്ടിൽ വളരെ കാലം ഖാദിയായിരുന്ന മൊയ്ദ് മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദ, ഇവിടെ മുദർരിസായിരുന്ന ഒദിയോത്ത ഓറെന്നറിയപ്പെടുന്ന അന്ത്രു മുസ്ലിയാർ, അവരാരാണ്? വലിയുകളെന്ന് നാം വിളിക്കുന്നില്ലെങ്കിലും സൂഫിസത്തിന്റെ ഉന്നതിയിലേക്ക് എത്തിയവർ, ഒരു ഉറുമ്പിനെ പോലും വേദനിപ്പിക്കാത്തവർ, വേണ്ടാതെ ചിരിക്കാത്തവർ, വേണ്ടാതെ സംസാരിക്കാത്തവർ, ആരെയും ഉപദ്രവിക്കാത്തവർ, ആഖിറം മാത്രം ചിന്തിച്ചുകൊണ്ട് ജീവിച്ചവരായിരുന്നു നിങ്ങളുടെ ഖാദിയാരെന്ന് നിങ്ങളുടെ നാട്ടിലെ മുദർരിസായി വഫാത്തായ അൻവർ ഉസ്താദ് അവറുകളെന്ന് ഞാനെന്തിന് പറയണം? ആ 2 മഹത്തുക്കളെ ആത്മീയമായി നിയന്ത്രിച്ച, അവരെ ഉസ്താദുമാരാക്കിയ, അവരെ പണ്ഡിതരാക്കിയ ബഹുമാനപ്പെട്ട കീഴനോർ വർഷങ്ങളോളം നേതൃത്വം നൽകിയ ഒരു സംഘമാണ് കേരള സംസ്ഥാന ജംഇയ്യത്തുൽ ഉലമ. അവരുള്ള കാലത്തും അവർക്ക് ശേഷവും 2-3 കൊല്ലം മുമ്പ് വഫാത്തായ മഹാനായ ബഹുമാനപ്പെട്ട രാമന്തളി തങ്ങളവറുകൾ. ആ കാര്യം നിൽക്കണമെന്ന് പറഞ്ഞാൽ നിൽക്കുന്നവരല്ലേ തങ്ങൾ. വണ്ടി ഓടരുതെന്ന് പറയുമ്പോൾ വണ്ടിക്ക് മോശം വരുന്നവരല്ലേ തങ്ങൾ. അത് മാറുമെന്ന് പറഞ്ഞാൽ അല്ലാഹു കണക്കിലെടുക്കുന്നവരല്ലേ തങ്ങൾ. കറാമത്തുകളും പവിത്രതകളും ധാരാളം വിവരിക്കപ്പെടാനുണ്ട്. ഇങ്ങനെ നമുക്ക് വലിയ ഉലമാക്കളെന്ന് എല്ലാവരാലും വാഴ്ത്തപ്പെട്ട പണ്ഡിതന്മാർ, സാദാത്തുക്കൾ, അവരൊക്കെയും നമുക്ക് പഠിപ്പിച്ച, നേതൃത്വം നൽകിയ ഒരു മഹത്തായ സംഘമാണ് കേരള സംസ്ഥാന ജംഇയ്യത്തുൽ ഉലമ. ഇതിൽ നമുക്ക് അപകർഷത വേണ്ടതില്ല. കാരണം കീഴനൂർ എല്ലാവരും അംഗീകരിച്ച മഹാനാണ്. ആ മഹാൻ നേതൃത്വം നൽകിയ ഒരു പ്രസ്ഥാനത്തിന്റെ കണ്ണിയാകാൻ എന്റെ SYF-കാരെ നിങ്ങൾക്ക് ഭാഗ്യം ലഭിച്ചത്. എന്റെ ഉമ്മമാരെ, നിങ്ങളുടെ മക്കൾ അതിന്റെ പ്രവർത്തകരായത്. നമുക്കതിൽ പ്രവർത്തിക്കാനാകുന്നില്ലെങ്കിലും അനുഭാവികളാകാൻ, അതിനെ ഒന്ന് സഹായിക്കാൻ, പ്രാർത്ഥന മനസ്സുകൊണ്ടെങ്കിലും അതിനോട് ഓരം ചേർന്ന് നിൽക്കാൻ നമുക്ക് ഭാഗ്യം കിട്ടുന്നത് ഒരു വലിയ മഹാഭാഗ്യമാണ്.
ഈ മഹത്തായ സംഘത്തെ അതിന്റെ 10 കൊല്ലം കഴിഞ്ഞതിന്റെ ശേഷം അഥവാ 67-ലുണ്ടാക്കിയ സംഘത്തിന് 77-ആയപ്പോൾ യുവാക്കൾക്ക് പ്രവർത്തിക്കാൻ സംഘത്തിന് ഊന്നുവടിയായി ചാലകശക്തിയായി നമ്മുടെ പണ്ഡിതന്മാർ നൽകിയ ഉണ്ടാക്കി തന്ന ഒരു സംഘത്തിന്റെ പേരാണ് SYF സുന്നി യുവജന ഫെഡറേഷൻ അഥവാ സമസ്ത കേരള സംസ്ഥാന ജംഇയ്യത്തുൽ ഉലമയുടെ സന്താനം. അതിനെ സഹായിക്കുന്ന ഒരു പ്രസ്ഥാനം അതിന്റെ കടമേരി മേഖലയാണ്.